വിമർശനങ്ങൾ ഏറ്റുമേടിച്ച ഒരു മുഖ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ ഒരു മന്ത്രി CM-നെ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഒരുപാട് മന്ത്രിമാർ എന്റെ ഈ ഒരു പ്രായത്തിൽ രാഷ്ട്രീയപരമായിട്ട് എനിക്ക് അറിയില്ല പറയാനെന്നാൽ വിഷമം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ. കാരണം ഞാനും ഒരു അനുഭവം എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ ഇതില്ല ഇന്നിപ്പോ നാണക്കേടായിരിക്കും അത് പക്ഷേ അത് പുറത്ത് പറയുമ്പോൾ. കാരണം അതിനുവേണ്ടി വിമർശനങ്ങൾ ഒരുപാടുണ്ടാവും. എന്നാലും പറയാൻ ഇതുപോലെ എനിക്ക് തോന്നുന്നു എത്രത്തോളം അനുഭാവികൾ ഇതിനു വേണ്ടി നടത്തുന്ന അല്ലെങ്കിൽ നടക്കുന്നവർ പറയാതെ മുങ്ങിയെടുക്കുന്നുണ്ടാവും അറിയാവൂ. കാര്യം ഇത്രയും രൂക്ഷമായ പ്രശ്നങ്ങളെ കൂടെ നിന്നിട്ട് ആ ഒരു നിയമസഭയിൽ വന്നിട്ട് ചിരിച്ചും കളിച്ചും അല്ലെങ്കിൽ അതും ഇതൊക്കെ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എത്രത്തോളമാണ് അതിന്റെ ഒരു ഗൗരവം നിങ്ങൾ ഏറ്റെടുത്തുന്നിരിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കുക. അല്ലെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ സ്കൂളിലേക്കോ കോളേജിലേക്കോ എവിടെയൊക്കെ പിള്ളേരെ പറഞ്ഞു വിടുമ്പോൾ വീടുകളിൽ നിന്ന് പോകുന്ന സമയത്ത് ഞങ്ങളൊക്കെ പഠിച്ചെന്താണ് പോകുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ അവരെ ഒന്നല്ലെങ്കിൽ അവരാരെയും കൊന്നും കൊണ്ടുവന്നത് അതിനുള്ള പ്രിപ്പറേഷൻ എടുക്കുക, അല്ലെങ്കിൽ അവരുണ്ടാവില്ല അവർ മരിച്ചായിരിക്കും കിടക്കണം അതിനുള്ള പ്രിപ്പറേഷൻ എടുക്കണമോ ഞങ്ങൾ അങ്ങനെയാണോ കുടുംബത്തിലുള്ളവർക്ക് പറഞ്ഞ് നിങ്ങൾ കൊടുക്കുന്നത്? അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഇനി വരുന്ന തലമുറ അതാണെങ്കിലും പെണ്ണാണെങ്കിൽ ഉണ്ടാകുന്നതിന് മുമ്പ് ഇല്ലാതായ്മ ചെയ്യണം. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? അതും കൂടി പറഞ്ഞു തന്നത് വളരെ ഉപകാരമായിരുന്നു. കാരണം ഇത് അല്ലാണ്ട് ഇപ്പോൾ സുലഭമായിട്ട് തേൻമിഠായിയൊക്കെ പണ്ടൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന പോലെ തേൻമിഠായിക്ക് പോയി കടകളിൽ നിന്ന് മേടിക്കുന്ന പോലെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. അതിനെ മാത്രം ഞാൻ കുറ്റം പറയില്ല ഒരിക്കലും. അത് മാത്രമല്ല ഈ കടന്ന സംഭവങ്ങളിലൊക്കെ അത് മാത്രമല്ല ഒരു വിഷയമായിട്ട് നിൽക്കുന്നത്. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ട്. നിയമം, നമ്മുടെ ജുഡീഷ്, അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. എന്താണെങ്കിലും ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം സത്യമായിട്ടും. ഇനി മുന്നോട്ട് നിങ്ങളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണോ അതോ ഇനി ജീവിതത്തിൽ അങ്ങനെ ഒരു ബൂത്തിൽ പോയി കുക്കരുതോ എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഒട്ടേ ഞങ്ങൾ ചെയ്യരുത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയും ജീവിക്കും, എന്തെങ്കിലും കാണിച്ച് ജീവിച്ചു, ആരും ഇല്ല നിങ്ങൾക്ക് എന്നുള്ള രീതിക്ക് ഞങ്ങൾ ജീവിക്കണം.